മക്കളെ റാഹത്തല്ല. നമുക്കൊന്നൊരു മദ്രസൻ്റെ കഥ പറഞ്ഞല്ലോ. മദ്രസൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള കഥയാണ്. നമ്മുടെ നാട്ടിൽ ചെറിയൊരു ദീനി സ്ഥാപനമായിരുന്നു നേരാൾക്ക് ഹിദായത്ത് സുബ്ഹാൻ സുന്നി മദ്രസ എന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്ഥാപനം. അതിൻ്റെ ഇടയിലാണ് ബാസൻ തങ്ങൾ പി ടി ഉസ്താദിനെ ഇവിടെ കൊണ്ടുവന്നാക്കുന്നത്. പി ടി ഉസ്താദിനെ കൊണ്ടുവന്നാക്കി പി ടി ഉസ്താദ് അത് വളരെ റാഹത്തുള്ള ഉയർച്ചയിലേക്ക് എത്തിച്ചു. നല്ല രീതിയിലുള്ള ഉയർച്ചയിലേക്കും അതൊരു ഫലമുള്ള മദ്രസയാക്കി മാറ്റി. ഫലമുള്ള മദ്രസ എന്ന് പറയാൻ കാരണം എൻ്റെ കൂടെ പണിയെടുക്കുന്ന സാജി എന്ന ഹൈന്ദവ സഹോദരനായ സുഹൃത്ത് പോലും ഒരു ദിവസം എന്നോട് പറയുന്ന സാഹചര്യമുണ്ടായി. ഞാൻ എത്ര മറന്നു പോയിട്ടുണ്ട് 1.5 വർഷങ്ങൾക്ക് ശേഷം. ഷമീറ, അന്ന് നീ ഒരു കാര്യം നേർച്ചാക്കാൻ പറഞ്ഞത് ഞാൻ നേർച്ചാക്കിയിരുന്നു. എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, ആൺകുട്ടിയാണ് എന്ന് പറയുന്നൊരു സാഹചര്യം പോലും എനിക്ക് അനുഭവപ്പെടുന്ന രീതിയിലുള്ള ഫലമുണ്ടായി എന്നുള്ളതാണ്. അതുപോലെ എല്ലാവരും ഈ സ്ഥാപനത്തിലേക്ക്, നമ്മുടെ നാട്ടിലെല്ലാവരും ഈ സ്ഥാപനത്തിലേക്ക് കൈ അയച്ച് നല്ലോണം സംഭാവന കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇന്നിവിടെ പരിപാടി എന്നത് മെയ് 4, 5 ദിവസങ്ങളിൽ CM വലിയുള്ളാഹി അവരുടെ ആണ്ട് നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് പതാക ഉയർത്തലും ദുആ മജ്‌ലിസും കാര്യങ്ങളും എല്ലാം നല്ല റാഹത്തായിട്ട് അവിടെ നടന്നു. ഇന്ന് പ്രത്യേകമായിട്ടൊരു സംഭവമുള്ള CM സെൻറ്റർ എന്ന പുതിയ സംരംഭത്തിന് നരാലയിൽ തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് നാട്ടിലുള്ള എല്ലാ പൗരപ്രമുഖരും എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രായമുള്ളവർ, നമ്മൾ എത്തില്ല എന്ന് പ്രതീക്ഷിച്ചവർ പോലും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. സയ്യിദ് അവറുകൾ നേരെ സൈറ്റിലേക്ക് കാറുമായി വന്നു. അൽഹംദുലില്ലാ, എൻ്റെ വീടാണ് തൊട്ട് ബാക്ക് കാണുന്ന വീട്. നാട്ടിലെ പ്രായമുള്ള ഒട്ടുമിക്ക ആളുകളും കുട്ടികളും വിദ്യാർത്ഥികളും എല്ലാവരും വന്നിട്ടുണ്ട്. തങ്ങൾ വന്നു നേരെ വിഷയത്തിലേക്ക് കടന്നു. കുറ്റി അടിക്കണം, പ്ലാന് ചെക്ക് ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. അതിനിടയിൽ പി ടി ഉസ്താദ് കണ്ടില്ല, ഓരോരുത്തരോട് ഓരോ വിഷയങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഓടിപ്പാച്ചിലാണ് പ്ലാന് കൊണ്ടുവരാനും പ്ലാന് കാണിച്ചു കൊടുക്കാനും. ചെറിയ കുട്ടികളെപ്പോലെ, ചെറിയ മക്കളെപ്പോലെ, വീടുണ്ടാക്കുന്ന ഒരു ഗൃഹനാഥനെ പോലെ പി ടി ഉസ്താദ് ആ കാര്യങ്ങളൊക്കെ എല്ലാവരോടും വിവരിച്ച് കൊടുത്തു. അപ്പോഴേക്കും ഷെരീഫ് എഞ്ചിനീയർ വന്നു. ഷെരീഫ് എഞ്ചിനീയറോട് മറ്റുള്ള കാര്യങ്ങളെല്ലാം പി ടി ഉസ്താദ് ചോദിച്ചറിഞ്ഞു. കൺഫേം അല്ലേ, എല്ലാം ഓക്കെ അല്ലേ, എല്ലാം റെഡി ആയതിന് ശേഷമാണ് അടിക്കേണ്ടത്. എല്ലാ വിഷയങ്ങളും തർത്തീബായി പറഞ്ഞു. എഞ്ചിനീയർ എല്ലാ വിഷയങ്ങളും പറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാൻ്റെ അപാരമായ കഴിവ് കൊണ്ട് എനിക്കും അതിലൊരു ഭാഗമാക്കാൻ കഴിഞ്ഞു. ടാപ്പിൻ്റെ ഒരു തല ഞാൻ പിടിച്ചു, എല്ലാം റെഡിയായി കൊടുത്തു. പറഞ്ഞ സ്ഥലത്ത് കുറ്റിയടിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും ഷെരീഫ് തന്നെ സെറ്റ് ചെയ്തു നല്ല റാഹത്തിൽ. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് എല്ലാവരും പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷമാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പോൾ നമ്മുടെ സെക്രട്ടറി ഹമീദാഖാൻ്റെ കയ്യിൽ നിന്ന് കുറ്റി ഏറ്റു വാങ്ങിയിട്ട് ഇങ്ങനെ അടിച്ചല്ലേ അടുത്തൊക്കെ ഇങ്ങനെ കൈമാറി കൊടുത്താലോ. അങ്ങനെ കാവുമ്പുറന്നങ്ങൾ നല്ല റാഹത്തിൽ എല്ലാവർക്കും കുറ്റിയടിപ്പിച്ച് ചെയ്ത് ചെയ്തവർക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അബ്ദുൽ മജീദ് ഫൈ ഷാദർശ്ശേരി ചെറിയ തുക പിരിച്ചെടുത്തു. അപ്പോഴേക്കും ബാഹസൻ തങ്ങൾ വന്നു, അവർ കുറ്റിയടിച്ചു. സൈഫാക്ക, ജസീൽ എല്ലാവരും കുറ്റിയടിച്ച് നല്ല റാഹത്തുള്ള പ്രൗഢഗംഭീരമായ പ്രാർത്ഥന നടത്തി. തങ്ങളുപ്പാപ്പ എല്ലാവരും ആമീൻ പറഞ്ഞ ശേഷം എന്നോട് വീട്ടിലൊക്കെ ഒന്ന് കയറടാന്ന് പറഞ്ഞ് അടുക്കളൊക്കെ നോക്കി എല്ലാ ഭാഗങ്ങളും ബാപ്പിയും തങ്ങളുപ്പാപ്പയും കൂടി ചെക്ക് ചെയ്ത് നേരെ മദ്രസിൻ്റെ മുകളിൽ പോയിട്ട് നല്ല റാഹത്തുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ബിരിയാണി, നല്ല സുന്ദരമായ സക്കീറും മൂസൂട്ടിയാക്കിയും ഭാവിയും എല്ലാവരും വിളമ്പാനും സെറ്റപ്പാക്കാനും ഒരു വീട്ടിലെന്ന പോലെ നല്ല റാഹത്തിൽ ഭക്ഷണം കഴിച്ചാൽ നൃത്തം കണ്ട ബാബാൻ്റെ ശരിക്ക് സമ്മതിച്ചു പോയി. എല്ലാ കാര്യങ്ങളും തർത്തീബാക്കി തങ്ങൾ ബാബ റാഹത്തായിട്ട് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു. അൽഹംദുലില്ലാ.